ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാനിന്ന് ആദ്യമായിട്ട് ചെറിയൊരു വ്ളോഗിങ് വീഡിയോ ചെയ്യുവാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് മഴയൊക്കെ? ഞങ്ങളുടെ ഇവിടെയൊക്കെ തിരുവനന്തപുരത്ത് വെളുപ്പിന് ഒരു നല്ല മഴയായിരുന്നു കേട്ടോ. ഒരു 6 മണി വരെ നല്ല പെരും മഴയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു 10 മണിക്ക് ശേഷം ഇതാ ചെറിയ വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളേ. അതൊരു മൂടിയ അന്തരീക്ഷമായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏകദേശം ചെറുതായിട്ട് വെയിലൊക്കെ വരുന്നു. അപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണേ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണിത്. വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വയലുണ്ട്. കുറച്ചല്ല, അത്യാവശ്യം വലിയ രീതിയിലുള്ള വയലുണ്ട്. വയൽ നെൽവയലല്ല കേട്ടോ. ഇത് നമ്മുടെ എന്താണ് മരച്ചീനിയും വാഴയൊക്കെ കൃഷി ചെയ്യുന്ന വയലുണ്ടല്ലോ, അതാണ്. അപ്പോൾ അതുണ്ടോ, ഇപ്പോൾ അതിന് കഴിഞ്ഞിട്ട് ഇതാ തൊട്ടടുത്ത് ഞങ്ങളുടെ വീടിന് തൊട്ട് മുന്നിലായിട്ട് ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. ഇപ്പോൾ വൃത്തിയൊക്കെ ആക്കിയിട്ടിരിക്കുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ. പണ്ടൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഈ തടമൊക്കെ വലുതാക്കിയപ്പോഴത്തേക്ക് കുഞ്ഞ് വരമ്പായിരുന്നു. അതിനുശേഷം തടമൊക്കെ മണ്ണിട്ട് വലുതാക്കി. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ വീതിയും അങ്ങ് പോയി. കുറേ മണ്ണൊക്കെ വീണ് തോട് കുറേ അങ്ങ് നികന്നു പോയി. അപ്പോഴത്തേക്ക് അതിൻ്റെ ആഴവും കുറഞ്ഞു, വീതിയും കുറഞ്ഞു. ഇപ്പോൾ അത് ചെറിയൊരു നൂല് പോലെ ഒഴുകുന്നുണ്ട്. എന്നാലും മഴ സമയത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നിറയെ വെള്ളമൊക്കെ ഒഴുകി ഇങ്ങനെ പോവേ. മഴ സമയത്ത് ഇടിഞ്ഞു പോയത് അതിൻ്റെ സൈഡൊക്കെ. പിന്നെ ഉണ്ടോ, ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള വയലിന് നടുക്കായിട്ട് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഞാൻ സൂം ചെയ്ത് എടുത്തേ കുറേ മഞ്ഞ പൂക്കളുണ്ടായിരുന്നേ. അപ്പോൾ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതൊക്കെയാണ് കുറച്ചുകൂടി നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ അത്ര കാണത്തില്ല. കാരണം ഫ്രണ്ടിൽ ടാർപ്പായ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ ഇത്രേ ഭാഗമേ കാണത്തുള്ളൂ. അത് കഴിഞ്ഞതാ ഞങ്ങളുടെ വീട്ടിൽ ഒരു ശീമനെല്ലി മരമുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പറയുന്നത്? ഞങ്ങളുടെ ഇവിടെയൊക്കെ ശീമനെല്ലി എന്ന് പറയും. നിങ്ങളുടെ അവിടെയൊക്കെ ഓരോ സ്ഥലത്തും ഓരോ പേരാണല്ലോ ഇതിന്. അതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത്. മഴ ആയതുകൊണ്ടാണ് ഒരുപാട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ തോട്ടം കെട്ടി ഇത് പറിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, ഞങ്ങളുടെ അനിയൻ ചെയ്ത ചെറിയൊരു കിളിക്കൂടാണ്. ഇതിൽ കിളിയൊന്നും വരത്തില്ല, ഇതുവരെ വന്നിട്ടില്ല. പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു മഴ പെയ്യുകയാണ്. ചെറിയൊരു ഞാൻ ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു 10 കാലമായുള്ളൂ. ഒരു 10:30യോട് കൂടി തന്നെ നല്ലൊരു മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാറ്റും ഒക്കെ ഉണ്ട്. നല്ലൊരു മഴയാണ്. പിന്നെ മഴയത്ത് മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞുള്ള പ്രശ്നമാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മഴയുടെ അനന്തര ഫലങ്ങളാണ്. അടുക്കളയൊക്കെ ഉണ്ടോ, മിനി ഒരു സ്വിമ്മിംഗ് പൂളായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥകൾ.